ഹിജ്റ വർഷം 536, ക്രിസ്തു വർഷം 1141 പേർഷ്യയിലെ സിജിസ്ഥാൻ എന്നു പറയുന്ന സ്ഥലത്താണ് ബഹുമാനപ്പെട്ടവരെ ജനനം കൊള്ളുന്നത്. വളരെ ചെറുപ്പകാലത്തിൽ തന്നെ പിതാവും മാതാവും മരണപ്പെട്ടതോടുകൂടി ബഹുമാനപ്പെട്ട ഖാജ മൊഈനുദ്ദീൻ ചിശ്തിയിൽ അജ്മീരി ഖാജ തങ്ങൾക്ക് തൻ്റെ പിതാവിൽ നിന്നും പ്രദത്തമായി കിട്ടിയ ഈന്തപ്പനത്തോട്ടവും അവിടെ നിന്ന് കിട്ടിയ എണ്ണ മില്ലും, ഇത് രണ്ടുമായിരുന്നു ബഹുമാനപ്പെട്ടവരുടെ ജോലി. ഇത് രണ്ടും നോക്കി നടത്തലായിരുന്നു. വർഷങ്ങളോളം അവർ അതിൽ ജോലി ചെയ്തു ജീവിച്ചിരിക്കുന്ന കാലത്താണ് ജീവിതത്തിൽ ഒരു പ്രത്യേക വഴിതിരിവുണ്ടാകുന്നത്. എന്താണ് ആ വഴിതിരിവ്? ഇബ്രാഹിം മജ്ദൂബ് എന്ന പ്രമുഖനായ ഒരു സൂഫി വര്യൻ ബഹുമാനപ്പെട്ട ഖാജ തങ്ങളെ തോട്ടത്തിലെത്തുകയും ഈത്തപ്പഴത്തോട്ടത്തിലെത്തുകയും അവിടെ നിന്ന് അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു റൊട്ടി ഖാജ തങ്ങൾക്ക് നൽകുകയും ആ റൊട്ടി കഴിച്ചതിന് ശേഷം ഖാജ തങ്ങൾക്ക് വല്ലാത്ത ഒരു ആത്മീയ അനുഭൂതി തോന്നുകയും തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഈത്തപ്പഴത്തോട്ടവും അതുപോലെ തന്നെ ആ എണ്ണ മില്ലും എല്ലാം പാവങ്ങൾക്ക് ദാനം ചെയ്തിട്ട് ബഹുമാനപ്പെട്ടവർ ആത്മീയ ഒരു ലോകത്തേക്ക് തിരിയാൻ വേണ്ടി ഇറങ്ങുകയാണ്. അതിനുവേണ്ടി ഇറങ്ങുന്ന സമയത്ത് ആത്മീയ ജ്ഞാനം തേടിയുള്ള ആ ഒരു വലിയ യാത്രയിൽ ബഹുമാനപ്പെട്ടവർ ഒരു മഹാസൂഫി വര്യനെ കണ്ടുമുട്ടുകയുണ്ടായി. ഹസ്രത്ത് ഖാജ ഹുസൈൻ ഹാറൂനി എന്ന് പറയുന്ന ഒരു മഹാസൂഫി വര്യനെ ഖാജ തങ്ങൾ കാണുകയുണ്ടായി. അദ്ദേഹത്തെ കണ്ടുമുട്ടുകയും അദ്ദേഹത്തിൽ നിന്നും ശിഷ്യത്വം സ്വീകരിക്കുകയും നീണ്ട 20 വർഷക്കാലത്തോളം അദ്ദേഹത്തിൻ്റെ ശിഷ്യനായി ആത്മീയ ലോകത്ത് തുടരുകയും ചെയ്തു. അങ്ങനെയാണ് ബഹുമാനപ്പെട്ടവർ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ ദർശിക്കുകയും ഇന്ത്യയിലേക്കുള്ള പ്രബോധനത്തിനുള്ള ആ ഒരു സ്വപ്ന സന്ദർശനം ലഭിക്കുന്നത്. അങ്ങനെയാണ് ബഹുമാനപ്പെട്ടവർ ഇന്ത്യയിലേക്ക് എത്തുന്നത്. ഇന്ത്യയിലേക്ക് ബഹുമാനപ്പെട്ടവർ എത്തുമ്പോൾ ഏകദേശം ക്രിസ്തു വർഷം 1192 ബഹുമാനപ്പെട്ടവർ ഇന്ത്യയിലെ ഡൽഹി ലാഹോറിലേക്ക് എത്തുന്നത്. അവിടെ എത്തിയതിന് ശേഷം തൻ്റെ വ്യത്യസ്ത സ്വഭാവങ്ങളെ കൊണ്ടും വ്യത്യസ്തമായ രീതികളെ കൊണ്ടും അദ്ദേഹം ജനഹൃദയങ്ങളിൽ ശ്രദ്ധ നേടി. അവിടെ നിന്നും തൻ്റെ സ്നേഹം കൊണ്ടും കാരുണ്യം കൊണ്ടും സ്വഭാവശുദ്ധികളെ കൊണ്ടും ഒരുപാട് ജനഹൃദയങ്ങൾ ഖാജ തങ്ങൾ കീഴടക്കി ഇസ്ലാമിൻ്റെ പ്രബോധനം അവിടെ തുടരുകയുണ്ടായി. ഏകദേശം ഹിജ്റ വർഷം 633, അതായത് ക്രിസ്തു വർഷം 1236 തൻ്റെ 95 വയസ്സിൽ ബഹുമാനപ്പെട്ടവർ അജ്മീറിലെ തൻ്റെ സ്വന്തം മുറിയിൽ റൂമിൽ ധ്യാനത്തിലിരിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ടവർ വഫാത്താകുന്നത്. ആ നീണ്ട കാലം അത്രയും ഖാജ തങ്ങൾ അജ്മീർ എന്ന മണ്ണിൽ ഒരുപാട് അത്ഭുതങ്ങൾ കാണിക്കുകയുണ്ടായി. ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ്റാണ്ടുകൾക്കിപ്പുറത്തും സുബ്ഹാനല്ലാഹ് ഇന്നും ആ മണ്ണിലേക്ക്, അജ്മീറിൻ്റെ മണ്ണിലേക്ക് 10,000-കണക്കിന് ജനങ്ങൾ ശാന്തിയും സമാധാനവും തേടി, സ്വസ്ഥതയും തേടി എത്രയെത്ര ആയിരക്കണക്കിന് ആളുകളാണ് അജ്മീറിൻ്റെ മണ്ണിലേക്ക് എത്തുന്നത്. ജാതിയും മതവുമില്ലാതെ, ഒരു രാഷ്ട്രീയമോ ജാതിയോ മതവുമില്ലാതെ എത്രയെത്ര ആളുകളാണ് ഖാജ തങ്ങളെ ചാരത്തേക്ക് ഓടിയെത്തുന്നതെന്നറിയോ? അള്ളാഹു അവിടെ എത്താനും അവിടുത്തെ മദത് നുകരാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അജ്മീറിലേക്ക് പോകാത്തവരുണ്ടെങ്കിൽ ഇൻഷാ അള്ളാഹു പോകാൻ വഴി കൂട്ടിത്തരട്ടെ. അജ്മീർ ഉപ്പാപ്പയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്.